അഡീനിയം എപ്പോൾ പ്രൂൺ ചെയ്യണം? പ്രൂൺ ചെയ്തില്ലെങ്കിൽ എന്താ കുഴപ്പം? എവിടെ വെച്ച് പ്രൂൺ ചെയ്യണം? പ്രൂൺ ചെയ്ത് കഴിഞ്ഞ് എന്ത് ഫെർട്ടിലൈസർ കൊടുക്കണം? അഡീനിയം ഓൾറെഡി പ്രൂൺ ചെയ്തു, പക്ഷേ വരുന്ന ശിഖരങ്ങൾ വളരെ കുറവാണ്. റിപ്പോർട്ട് ചെയ്താണോ അതിന് ശേഷമാണോ പ്രൂൺ ചെയ്യേണ്ടത്? അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസുള്ള ആൻസറുമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഹായ്, ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ അഡീനിയത്തിൻ്റെ പ്രൂണിങ്ങിനെ പറ്റിയാണ് പറയുന്നത്. അഡീനിയം പ്ലാന്റ്സിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടുന്ന ഒരു പ്രോസസ്സാണ് പ്രൂണിങ്. കാഡക്സിന് വലിപ്പം വെക്കാനും അഡീനിയം നന്നായിട്ട് ശിഖരങ്ങളുണ്ടായി നിറയെ പൂവിട്ട് നിൽക്കാനുമൊക്കെ കറക്റ്റ് സമയത്ത് പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. വെറുതെ നമുക്ക് തോന്നുന്ന ഒരു സമയത്ത് പ്രൂൺ ചെയ്ത് കൊടുത്തിട്ട് കാര്യമില്ല. അനുയോജ്യമായ സമയത്ത് പ്രൂൺ ചെയ്ത് കൊടുത്ത് അതിനാവശ്യമായ വളങ്ങളും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ മാത്രമാണ് അഡീനിയം അതിൻ്റെ കറക്റ്റ് രീതിയിൽ നമുക്ക് ഫ്ലവറുകളും ബ്രാഞ്ചസും ഒക്കെ തന്ന് നന്നായിട്ട് വളരുന്നത്. ഏത് സീസണിലാണ് അഡീനിയം പ്രൂൺ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ വർഷത്തിൽ 2 തവണയാണ് പ്രധാനമായിട്ടും അഡീനിയം പ്രൂൺ ചെയ്യുന്നത്. ഫെബ്രുവരി മാസത്തിൻ്റെ പകുതിക്ക് ശേഷവും ഓഗസ്റ്റ് മാസത്തിന് പകുതിക്ക് ശേഷവുമാണ്. അതായത് നന്നായിട്ട് നമുക്ക് ചൂട് കിട്ടുന്ന ക്ലൈമറ്റിലാണ് അഡീനിയം പ്ലാന്റ്സ് പ്രൂൺ ചെയ്യേണ്ടത്. അഡീനിയം ഏത് സമയത്ത് പ്രൂൺ ചെയ്യണം എന്നറിഞ്ഞില്ല എങ്കിലും കുഴപ്പമില്ല, ഏത് സമയത്ത് പ്രൂൺ ചെയ്യരുത് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. കാരണം റെയിനി സീസണിലും വിൻ്റർ സീസണിലും ഒരു കാരണവശാലും അഡീനിയം പ്രൂൺ ചെയ്യാൻ പാടില്ല. ഈ സമയത്ത് പ്രൂൺ ചെയ്താൽ ഇതിൻ്റെ ഗ്രോത്ത് മുരടിച്ച പോലെ ഒരു ഡോർമൻ സ്റ്റേജിലേക്ക് പ്ലാന്റ് പോകും. ഒരു 32-35 ഡിഗ്രി ചൂടൊക്കെ ഉള്ള സമയത്താണ് ഏറ്റവും നന്നായിട്ട് അഡീനിയം പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. പിന്നെ പ്രധാനമായിട്ട് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഫെബ്രുവരി ഓഗസ്റ്റ് എന്നൊക്കെ സമയം പറഞ്ഞല്ലോ, അപ്പോൾ ഈ ടൈമിൽ എന്തെങ്കിലും മഴ പെയ്യുകയാണെങ്കിൽ അതിന് ശേഷം മാത്രം പ്രൂൺ ചെയ്ത് കൊടുക്കുക. അഡീനിയം പ്രൂൺ ചെയ്ത് കൊടുത്തില്ല എങ്കിൽ ഇതേപോലെ നീണ്ടു വളർന്ന ഒറ്റ ശിഖരമായിട്ട് വളരും. എന്നിട്ട് കൂടിപ്പോയ 4-5 ഫ്ലവർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. മറ്റുള്ള ചെടികളെ പോലെ തന്നെ ശിഖരമുണ്ടാക്കി നിറയെ ഫ്ലവർ തരാനുള്ള കഴിവ് അഡീനിയത്തിനില്ല. നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുത്താൽ മാത്രമാണ് കൂടുതൽ ശിഖരങ്ങൾ കിട്ടുന്നത്. അഡീനിയം പ്രൂൺ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നോക്കാം. കട്ട് ചെയ്യാൻ വേണ്ടി പുതിയ ബ്ലേഡ് ഉപയോഗിക്കുക. പഴയ ബ്ലേഡാണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ പ്രോപ്പറായിട്ട് സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷം ഉപയോഗിക്കുക. അതേപോലെ കട്ട് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് അതല്ല എങ്കിൽ വാക്സ് ഉരുക്കി ഒഴിക്കാൻ മറക്കരുത്. ഇതൊക്കെ കോമൺ ആയിട്ട് എല്ലാ വീഡിയോയിലും നമ്മളും മറ്റുള്ളവരും അഡീനിയത്തെപ്പറ്റി വീഡിയോ ചെയ്യുന്ന എല്ലാവരും പറഞ്ഞു തരുന്ന കാര്യങ്ങൾ, കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളുമാണ്. എന്നാൽ ഇതെവിടെ വെച്ച് കട്ട് ചെയ്യണം എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ അല്ലേ. അഡീനിയത്തിൻ്റെ ആദ്യത്തെ പ്രൂണിങ് എത്ര പ്രായമാകുമ്പോൾ വേണം എന്നുള്ളത് കോമൺ ആയിട്ട് കാണുന്ന ഒരു ഡൗട്ടാണ്. പ്രായം എത്ര ആയിക്കൊള്ളട്ടെ, അഡീനിയത്തിൻ്റെ കമ്പിൻ്റെ സൈസിലാണ് കാര്യം. ഇതേപോലെ ഒരു ശിഖരമോ 2 ശിഖരമോ ഒക്കെ ആയി നിൽക്കുന്ന അഡീനിയത്തിന് ആദ്യമായിട്ട് പ്രൂൺ ചെയ്യുകയാണെങ്കിലും ഇതിൻ്റെ കമ്പിൻ്റെ സൈസ് നോക്കുക. 1.5 സെൻറ്റിമീറ്ററോ അതിന് മുകളിലോ ആണെങ്കിൽ നമുക്ക് ധൈര്യപൂർവ്വം കട്ട് ചെയ്യാം. കമ്പിന് അത്യാവശ്യം സൈസുള്ള കമ്പാണ്, വലിപ്പം കൂടുതലുള്ളതാണ് എങ്കിലും പ്രൂൺ ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല. ഇതുവരെ പൂവിടാത്ത ചെടിയും പ്രൂൺ ചെയ്യാം. പ്രൂൺ ചെയ്യുമ്പോൾ എവിടുന്ന് പ്രൂൺ ചെയ്യണം എന്ന് ചോദിച്ചാൽ ഗ്രാഫ്റ്റ് ചെയ്ത ചെടിയാണെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗത്തു നിന്നും 2.5 ഇഞ്ച് മുകളിലായിട്ട്, 2.5 അല്ലെങ്കിൽ മാക്സിമം പോയാൽ 3 ഇഞ്ച് മുകളിലായിട്ട് കട്ട് ചെയ്ത് മാറ്റുക. ഈ 2.5 ഇഞ്ച് കട്ട് ചെയ്യണം എന്ന് പറഞ്ഞതിൻ്റെ പിന്നിലെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ 2.5-3 ഇഞ്ചിനുള്ളിൽ എന്തായാലും ഒരു 3-4 ലീഫ് നോഡ് കാണും. ലീഫ് നോഡെന്ന് വെച്ചാൽ ഓൾറെഡി ലീഫ് വന്ന് പൊഴിഞ്ഞു പോയ ഭാഗം കാണും. അവിടെ നിന്നാണ് പുതിയ ശിഖരങ്ങൾ കിട്ടുന്നത്. അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ശിഖരങ്ങൾ കിട്ടും. കട്ട് ചെയ്യുമ്പോൾ ഒരേപോലെ എല്ലാ ശിഖരങ്ങളും കട്ട് ചെയ്യണം. ഒന്നിൽ കൂടുതൽ ശിഖരങ്ങളുള്ള ചെടിയാണ് എങ്കിൽ എല്ലാ ശിഖരങ്ങളും ഒരേപോലെ കട്ട് ചെയ്യാൻ നോക്കുക. ഒരു ശിഖരം മാത്രം കട്ട് ചെയ്താൽ അതിന് ഗ്രോത്ത് വരാതെ ബാക്കിയുള്ള ശിഖരത്തിൽ ഓൾറെഡി ഉള്ള കൊച്ചു ബ്രാഞ്ചസ് ആയിരിക്കും മുകളിലോട്ട് കിളുത്ത് കയറാൻ പോകുന്നത്. അതുകൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ഒരേപോലെ എല്ലാ ശിഖരങ്ങളും കട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കട്ട് ചെയ്ത് കഴിയുമ്പോൾ വെള്ളം പോലത്തെ ലിക്വിഡ് വരും. അത് തുടച്ച് കളഞ്ഞതിന് ശേഷം വൃത്തിയുള്ള ഒരു കോട്ടൺ തുണി വെച്ചോ ടിഷ്യൂ വെച്ചോ തുടച്ച് കളഞ്ഞതിന് ശേഷം മാത്രമേ ഫംഗിസൈഡ് അതല്ലെങ്കിൽ വാക്സ് ഉരുക്കി ഒഴിച്ചു കൊടുക്കാവൂ.
നമ്മൾ പ്രൂൺ ചെയ്യുന്നതിന് 3-4 ദിവസം മുന്നേ തൊട്ട് വെള്ളം ഒഴിക്കാതെ ഇരുന്ന് പ്ലാന്റ്സിൽ നിന്ന് ഇങ്ങനെ നഷ്ടപ്പെടുന്ന വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കുറയും. പ്രൂൺ ചെയ്തതിനെക്കുറിച്ച് നേരത്തെ ചെയ്ത വീഡിയോയിലും ഞാൻ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ പ്രൂൺ ചെയ്യുന്നത് രാവിലെ സമയത്ത് പ്രൂൺ ചെയ്താൽ ഏറ്റവും ഉചിതമായിരിക്കും. കാരണം രാവിലെ സമയത്ത് പ്രൂൺ ചെയ്ത് കഴിഞ്ഞ് ഫംഗിസൈഡ് തൂത്ത് കഴിഞ്ഞാൽ ബാക്കി വെയിലൊക്കെ കൊണ്ട് വൈകിട്ടാവുമ്പോഴത്തേക്ക് നന്നായിട്ട് പ്ലാന്റ് ഡ്രൈ ആയിരിക്കും. പ്ലാന്റ് മീൻസ് കട്ട് ചെയ്ത ഭാഗം ഡ്രൈ ആയിരിക്കും. അപ്പോൾ കൂടുതൽ ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഒന്നും പ്ലാന്റിന് പിടിക്കുകയില്ല. പ്രൂൺ ചെയ്ത് കഴിഞ്ഞ് 7 മുതൽ 10 ദിവസത്തിനുള്ളിൽ തളിർ വരും. ഈ തളിർന്ന് വരുന്ന സമയത്താണ് നമ്മൾ ആദ്യത്തെ വളം കൊടുക്കേണ്ടത്. ആദ്യമായിട്ട് നമ്മൾ കൊടുക്കുന്നത് നൈട്രജൻ വളമാണ്. ഈ വളം കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഗ്രോത്തിനെ, ലീഫിൻ്റെ ഗ്രോത്തിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ നൈട്രജൻ വളം കൊടുക്കുന്നത്. ഈ സമയത്ത് നൈട്രജൻ വളം കൊടുക്കുന്നത് കൊണ്ട് തന്നെ കൂടുതൽ ഷൂട്ടുകൾ വരാനും വന്ന ഷൂട്ടുകൾ നന്നായിട്ട് തളിർത്ത് വളരാനും ഹെൽപ്പ് ചെയ്യുന്നു. പ്രൂൺ ചെയ്ത് കഴിഞ്ഞ് കറക്റ്റ് സമയത്ത് നൈട്രജൻ ഫെർട്ടിലൈസർ കൊടുക്കാത്തത് കൊണ്ടാണ് നന്നായിട്ട് ശിഖരങ്ങൾ വരാത്തതും തളിരുകൾ വന്നാൽ അത് കറക്റ്റ് ഗ്രോത്തിലെത്താത്തതും മുരടിച്ച് നിൽക്കുന്നതിനും ഒക്കെ കാരണം. നമ്മളിവിടെ പ്രൂൺ ചെയ്തേക്കുന്നത് ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു 2.5 അല്ലെ മാക്സിമം പോയ 3 ഇഞ്ച് ഹൈറ്റിലാണ് നമ്മൾ കട്ട് ചെയ്തേക്കുന്നത്. ഇതിൽ കൂടുതൽ ഹൈറ്റിൽ കട്ട് ചെയ്താൽ കൂടുതൽ ശിഖരം കിട്ടും എന്ന് പറഞ്ഞ് നമ്മൾ കട്ട് ചെയ്താൽ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഹൈറ്റിലേക്ക് പോകുന്തോറും കാണാനുള്ള ഭംഗി അടീന്യത്തിൻ്റെ പോകും. കുറച്ചുകൂടെ ഹൈറ്റിൽ ശിഖരങ്ങൾ വരുമ്പോഴത്തേക്ക് ബുഷിയായിട്ട് നിൽക്കുന്നത് കുറഞ്ഞു വരും. നൈട്രജൻ വളമായിട്ട് ചാണകപ്പൊടി മാത്രം വേണമെങ്കിൽ കൊടുക്കാം. അത് കൊടുക്കുമ്പോൾ കട്ട കെട്ടാത്ത പൊടിയായിട്ടുള്ള ചാണകപ്പൊടി മാത്രം കൊടുക്കാൻ ശ്രദ്ധിക്കണം. എന്നാൽ ഞാനിവിടെ കൊടുക്കുന്നത് ഒരു ഗ്രോത്ത് മിക്സറായിട്ടാണ് കൊടുക്കുന്നത്. അതിനകത്ത് വന്നിട്ട് കൗഡഗ്, അതായത് ചാണകപ്പൊടിയാണ് കൂടുതൽ. ഒരു 40% ചാണകപ്പൊടി, അതേപോലെ ഒരു 20% എല്ലുപൊടി, കമ്പോസ്റ്റ് ഒരു 20%, അതേപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്ക് ഒരു 20%. ഇതിൻ്റെ കൂടെ ഒരു 1/2 സ്പൂണ് NPK 19 കൂടെ ഇട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് എടുക്കുന്നു. ഇങ്ങനെ മിക്സ് ചെയ്തെടുത്ത ഈ മിശ്രിതം ഗ്രോത്ത് വന്ന്, അതായത് തളിർ ലീഫുകൾ വന്ന് തുടങ്ങിയ എല്ലാ പ്ലാന്റ്സിൻ്റെയും ചുവട്ടിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് അതിൻ്റെ മേൽമണ്ണ് ചെറുതായിട്ട് നമ്മൾ ഇളക്കിയിട്ടുണ്ട്. ഇളക്കിയതിന് ശേഷമാണ് ഇതിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ആ മണ്ണിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ നമ്മൾ വളം ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 4-5 ദിവസം അടുപ്പിച്ച് എല്ലാ ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കും. അതിപ്പോൾ ഇതല്ല, ഏത് വളം ഇട്ട് കൊടുത്താലും അങ്ങനെ തന്നെയാണ്. ഫെർട്ടിലൈസ് ചെയ്തതിന് ശേഷം അടുപ്പിച്ചൊരു 4-5 ദിവസത്തേക്ക് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ നോർമലായിട്ട് 1 ഇടവിട്ടോസോ 2 ഇടവിട്ടോസോ എങ്ങനെ നമ്മൾ നോർമലി വെള്ളം കൊടുക്കുന്നതെന്ന് വെച്ചാൽ അങ്ങനെ തന്നെ ആ ഒരു റൊട്ടീൻ ഫോളോ ചെയ്യും. നമ്മൾ പ്രൂൺ ചെയ്ത ഈ പ്ലാന്റ്സ് ഒക്കെ ശ്രദ്ധിച്ചാൽ അറിയാം, പ്രൂൺ ചെയ്തതിന് ശേഷം കണ്ടില്ലേ 2 അല്ലെങ്കിൽ 3 ബ്രാഞ്ച് വെച്ച് നമുക്ക് എല്ലാ പ്ലാന്റ്സിനും വന്നിട്ടുണ്ട്. അപ്പം ഇത്രയും ഒരു ഗ്രോത്ത് ആകുമ്പോൾ അതായത് നമ്മൾ ഗ്രോത്ത് മിക്സർ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഒരു ഇത്രയും ഗ്രോത്ത് ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്കിനി ഫ്ലവറിങ്ങിനുള്ള ഫ്ലവർ ബൂസ്റ്റ് കൊടുക്കാം. നൈട്രജൻ വളം കൊടുത്തു കഴിഞ്ഞ് ഒരു 15 to 20 ഡേയ്സ് ആകുമ്പോഴത്തേക്കും ഈ വന്ന തളിരുകളെല്ലാം അത്യാവശ്യം നന്നായിട്ട് വളർന്നു കഴിയും. അപ്പോഴത്തേക്ക് നമുക്ക് ഫ്ലവർ ബൂസ്റ്റർ കൊടുക്കാൻ സമയമാവും. അപ്പോൾ 20 ഡേയ്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഫ്ലവർ ബൂസ്റ്റർ കൊടുക്കണം. അപ്പോൾ ഫ്ലവർ ബൂസ്റ്ററായിട്ട് എന്താ കൊടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഫ്ലവർ ബൂസ്റ്ററായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് 3 എണ്ണം മിക്സ് ചെയ്തിട്ടാണ്, 3 വളങ്ങളെ മിക്സ് ചെയ്തിട്ടുള്ളതാണ്. ഒന്ന് NPK 19, അതേപോലെ DAP, അതേപോലെ പൊട്ടാഷ്. ഈ 3 എണ്ണം ഒരേപോലെ എടുത്ത് ഇത് 3 കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഓരോ പ്ലാന്റിനും കൊടുക്കുന്നത്. ഇതെല്ലാം ഏത് വളം കൊടുത്താലും ചെടിയുടെ ചുവട്ടിലെ മണ്ണ് അത്യാവശ്യം ഇളക്കിയതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാൻ. ഇത് നമുക്ക് ഇങ്ങനല്ലാതെ വെള്ളത്തിൽ ലയിപ്പിച്ച് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിൽ ഇത് 3 കൂടെ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ അലിയുന്നതാണ്. എന്നിട്ട് അത് ഒഴിച്ചു കൊടുത്താലും മതി. പക്ഷേ വെള്ളത്തിൽ അലിയിച്ച് കൊടുക്കുന്നതിൽ ഒരു കണക്ക് അറിയാം എന്നുള്ള രീതിയിലാണ് ഞാനിങ്ങനെ ഇതിന് ഓരോന്നിനും 1/2 സ്പൂൺ വെച്ച് ഇട്ട് കൊടുക്കുന്നത്. വെള്ളത്തിൽ അലിയിപ്പിച്ച് കൊടുത്താൽ ഒന്നുകൂടെ ചെടികൾക്ക് പെട്ടെന്ന് ഫെർട്ടിലൈസർ കിട്ടും. അപ്പം ഇങ്ങനെ ഇട്ട് കൊടുത്താലും അടുപ്പിച്ചിനി 4-5 ദിവസത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ നോർമലി ഒഴിക്കുന്നത് പോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ പ്രൂൺ ചെയ്ത കമ്പുകളൊന്നും കളഞ്ഞില്ല, എല്ലാം കുത്തിവെച്ചു. അത് നാടൻ വെറൈറ്റിയുടെ ആണെങ്കിലും മൾട്ടിപെറ്റലിൻ്റെ ആണെങ്കിലും ഹൈബ്രിഡ് വെറൈറ്റികളുടെ എല്ലാത്തിൻ്റെയും കമ്പുകൾ നമ്മൾ കുത്തിവെച്ചു. പുതിയ തൈകളാക്കാൻ വേണ്ടി കുത്തിവെച്ചിട്ടുണ്ട്. അപ്പം ഇത് അറിയാമല്ലോ, ഞാൻ ഓൾറെഡി ഇതെങ്ങനെയാണ് വേര് പിടിപ്പിച്ചെടുക്കുന്നത്, എന്ത് ബോട്ടി മിക്സാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ ഓൾറെഡി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു.
നമുക്ക് ഈസി ആയിട്ട് തണ്ടിൽ നിന്ന് പുതിയ അഡീനിയം പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാനുള്ള വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ കയറി കാണുക, നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. അപ്പം നമ്മൾ പ്രൂൺ ചെയ്യുന്നതിൻ്റെ ഏകദേശം എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാണോ റീപ്പോർട്ട് ചെയ്യേണ്ടത്, അതോ റീപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ ഉടനെ പ്രൂൺ ചെയ്യണോ എന്നൊക്കെ സ്ഥിരമായിട്ടുണ്ടാകുന്നൊരു ഡൗട്ടാണ്. നമ്മൾ ഒരിക്കലും റീപ്പോർട്ട് ചെയ്ത ഉടനെ പ്രൂൺ ചെയ്യുകയോ അല്ലെങ്കിൽ പ്രൂൺ ചെയ്ത ഉടനെ റീപ്പോർട്ട് ചെയ്യുകയോ ചെയ്യരുത്. അഡീനിയം റീപ്പോർട്ട് ചെയ്ത് പുതിയ തളിരുകൾ വന്ന് അത് നല്ല ഹെൽത്തി ആയതിനു ശേഷം മാത്രം പ്രൂൺ ചെയ്ത് കൊടുക്കുക. അതല്ലാതെ റീപ്പോർട്ട് ചെയ്ത ഉടനെ പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഹെൽത്തി ആയിട്ടുള്ള തളിരുകൾ വരത്തില്ല, ബ്രാഞ്ചസ് വരുന്നത് കുറവായിരിക്കും, അത് ഹെൽത്തിയും ആയിരിക്കുകയില്ല. ഈ കാണുന്ന സ്റ്റെമ്മൊക്കെ നമ്മൾ പ്രൂൺ ചെയ്ത സമയത്ത് നട്ടു കൊടുത്തതാണ്. ഇപ്പോഴത്തേക്ക് അതിന് പുതിയ തളിരുകളൊക്കെ വന്നു. ഇപ്പോൾ ഓൾറെഡി റൂട്ട് പിടിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷെ നമ്മളിപ്പോൾ തൽക്കാലം ഇളക്കി നോക്കുന്നില്ല, കാരണം 1-2 ലീഫുകളൊക്കെ വന്ന് തുടങ്ങിയതല്ലേ ഉള്ളൂ. നമ്മൾ നട്ട സമയത്ത് ലീഫെല്ലാം കട്ട് ചെയ്തിട്ടായിരുന്നു നട്ടത്, കാരണം ലീഫ് കട്ട് ചെയ്ത് നട്ട് കഴിഞ്ഞാൽ പ്ലാന്റിൻ്റെ ആ ഒരു വാട്ടർ കണ്ടൻറ് ഉണ്ടല്ലോ, ആ സ്റ്റെമ്മിൻ്റെ വാട്ടർ കണ്ടൻറ് ഈ ലീഫ് വഴി പോകും. അങ്ങനെ അതിൻ്റെ ഈ വളഞ്ഞ് കിടക്കുന്ന കണ്ടില്ല, ആ വാടി നിൽക്കുന്നത് ഓൾറെഡി ഞാൻ ലീഫ് കളയാതെ നട്ടതായിരുന്നു. അപ്പോൾ അതുപോലെ ആയിപ്പോവും, വാട്ടർ കണ്ടൻറ്റ് ഫുള്ള് ലീഫ് വഴി പോവും. അതുകൊണ്ടാണ് ലീഫ് കട്ട് ചെയ്തിട്ട് നമ്മൾ നടുന്നത്. അപ്പം എല്ലാത്തിലും ഓൾമോസ്റ്റ് റൂട്ട് പിടിച്ച് കഴിഞ്ഞു. ഈ സ്റ്റെമ്മെല്ലാം മാറ്റി നടുമ്പോൾ എന്തായാലും ഞാൻ വീഡിയോ എടുത്തിടുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഉപകാരപ്രദമായി എന്ന വിശ്വാസത്തോടു കൂടി ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.